മെഷീൻ ലേണിംഗ് അൽഗോരിതം യൂസ് ചെയ്യുമ്പം അതിൽ അൽഗോരിതത്തിൻ്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് പെർഫോമൻസ് മെട്രിക് ചില മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണോ, നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം എന്താണോ, അതിൻ്റെ നേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് അതൊരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണോ, റിഗ്രഷൻ പ്രോബ്ലം ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പെർഫോമൻസ് മെട്രിക് യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ പ്രോബ്ലം സ്പെസിഫിക് ആയിട്ട് ആ പ്രോബ്ലത്തിൻ്റെ നേച്ചർ അനുസരിച്ചും അതിൽ തന്നെ വേരിയേഷൻസ് വരാറുണ്ട്. സോ നമുക്ക് മോഡൽസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് അളക്കാനായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ പെർഫോമൻസ് മെട്രിക് ഉണ്ട്. അങ്ങനെ വരുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് പെർഫോമൻസ് മെട്രിക്കുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിൻലി നമ്മൾ അതിൽ അറിയേണ്ടത് ഇത് ഏത് ടൈപ്പ് പ്രോബ്ലത്തിനാണ് യൂസ് ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിനാണോ, റിഗ്രഷൻ പ്രോബ്ലത്തിനാണോ, ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്, ഇതൊരു ബൗണ്ടഡ് ആയിട്ടുള്ളൊരു മെട്രിക്കാണോ, അതായത് ഇന്ന വാല്യൂ തൊട്ട് ഇന്ന വാല്യൂ വരെ മാക്സിമം വരുന്ന ഒരു മെട്രിക്കാണോ, ഒരു ലോ വാല്യൂ തൊട്ട് ഒരു ഹൈ വാല്യൂ വരെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് പോസിബിൾ വാല്യൂ എത്രയാണ്, ഹൈ ആണോ, ഏതാണ് അതിൻ്റെ ഏറ്റവും ഐഡിയൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ, ഏതാണ് അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് വാല്യൂ. ഇനി അൺബൗണ്ടഡ് ആയിട്ടുള്ളൊരു മെട്രിക്കാണോ, അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റാർട്ടിംഗ് വാല്യൂ എൻഡിങ് വാല്യൂ ഇല്ല, പക്ഷേ ഏത് റേഞ്ചിൽ വേണമെങ്കിലും വരാം, പക്ഷേ അത് നമുക്കൊരു ഹൈ നമ്പർ വരേണ്ടതാണോ അതോ ലോ നമ്പറാണോ വരേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ബേസിക്കലി അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ അങ്ങനെയുള്ള മെട്രിക്കുകൾ നമുക്ക് നോക്കാം. സോ ടോട്ടലി നമുക്കതിനെ പറയാം പെർഫോമൻസ് മെട്രിക്സ്. ഓക്കെ, സോ ഇതിൽ തന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിനും റിഗ്രഷൻ പ്രോബ്ലത്തിനും ഡിഫറൻ്റ് ആയിട്ടുള്ള മെട്രിക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ സോ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കതിൽ പറയാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്യുറസി എന്ന് പറയുന്ന മെട്രിക്കാണ്. ഓക്കെ, സോ ഇപ്പോൾ സപ്പോസ് നമ്മളൊരു 100 പ്രഡിക്ഷൻസ് ചെയ്തു. 100 പ്രഡിക്ഷൻസിൽ ഔട്ട് ഓഫ് 100 പ്രഡിക്ഷൻസിൽ ഒരു 85 പ്രഡിക്ഷൻസ് കറക്റ്റായിരുന്നു ഔട്ട് ഓഫ് 100 പ്രഡിക്ഷൻസ്. സോ നമ്മളത് 85% ആക്യുറസി എന്ന് പറയാം, അല്ലെങ്കിൽ 0.85 എന്നുള്ള ഫ്രാക്ഷണൽ വാല്യൂ ആയിട്ടും പറയാം. ഇൻ ടേംസ് ഓഫ് ഫ്രാക്ഷണൽ വാല്യൂ ഓർ പെർസെൻറ്റേജിലും പറയാം 85% ആക്യുറസി. സോ ഇതാണ് ഏറ്റവും ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാവുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൽ തന്നെ നമുക്ക് ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ട്, മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ഒരാൾ മാസ്ക് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പറയുന്നത് ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ്. നേരെ മറിച്ച് ഒരു കുറേ ആളുകളുടെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, അപ്പം ഒരു പേഴ്സൺ എ ആണോ ബി ആണോ സി ആണോ, അങ്ങനെ 10 പേരുണ്ടെങ്കിൽ ആ 10 പേരിൽ ഇത് ആരുടെ ഫേസ് ആണോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഒരു മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ്. അല്ലെങ്കിൽ ഡിജിറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നത് 0 to 9 ഡിജിറ്റ്സ് ഉണ്ട്, അപ്പോൾ 10 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിലേത് ഡിജിറ്റാണോ ഒരു പർട്ടിക്കുലർ ഇമേജ് കാണിച്ചിട്ട് ഇത് ഡിജിറ്റ് 1 ആണോ 2 ആണോ 3 ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അത് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ്. അവിടെ അതൊരു 10 ക്ലാസ് ഉണ്ട്, 0 to 9 10 ക്ലാസ്സസ് ഉണ്ട്. സോ അത് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. അല്ലാത്ത യെസ് ഓർ നോ, ട്രൂ ഓർ ഫോൾസ്, 1 or 0 ഇങ്ങനത്തെ കണ്ടീഷൻസ് വരുന്ന ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് ആണ്. സോ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൽ നമുക്ക് സ്പെസിഫിക്കലി കുറച്ച് മെട്രിക്കുകളുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് നമ്മളിങ്ങനെ നമുക്കൊരു മെട്രിക്സ് വരയ്ക്കാം. സോ ഇതിൽ ഒരാക്സിസിൽ നമുക്ക് ആക്ച്വൽ ലേബലും അനദർ ആക്സിസിൽ പ്രെഡിക്റ്റഡ് കേസും. സോ ആക്ച്വൽ ലേബിൾ ട്രൂ അല്ലെങ്കിൽ 1 എന്നും ആക്ച്വൽ ലേബിൾ 0 വരുന്നതുകൊണ്ട് പ്രെഡിക്റ്റഡ് വാല്യൂ 1 വരുന്ന കേസുമുണ്ട്, പ്രെഡിക്റ്റഡ് വാല്യൂ 0 വരുന്ന കേസുമുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലി 4 കോമ്പിനേഷൻസ് ഉണ്ട് ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൽ. സോ ആക്ച്വൽ വാല്യൂ 1 ആയിരുന്നു, പ്രെഡിക്റ്റഡ് വാല്യൂ 1 ആണ്. അങ്ങനെ എത്ര എണ്ണം നമുക്ക് വന്നു അതിൻ്റെ കൗണ്ടാണ് നമുക്ക് പറയുന്നത് ട്രൂ പോസിറ്റീവ് എന്ന് പറയും. അതുപോലെ ആക്ച്വൽ വാല്യൂ 0 ആണ്, ആക്ച്വൽ ക്ലാസ് ലേബൽ എന്ന് പറയുന്നത് 0 ആണ്, അല്ലെങ്കിൽ ക്ലാസ് ബി ആണ്. നമ്മുടെ പ്രെഡിക്റ്റഡ് ക്ലാസ് ലേബലും അതുപോലെ തന്നെ 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രൂ നെഗറ്റീവ് എന്ന് പറയും. സോ നമുക്ക് മിസ് ക്ലാസിഫിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവിന് ടോട്ടൽ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രഡിക്ഷൻസ് ആയിരിക്കണം വരേണ്ടത്. പക്ഷേ ഇൻ റിയാലിറ്റി അങ്ങനെ വരണമെന്നില്ല, നമുക്ക് കുറച്ച് മിസ് ക്ലാസിഫിക്കേഷൻസ് വരാറുണ്ട്. സോ ആക്ച്വൽ ലേബൽ 0 ആയിരുന്നു, പക്ഷേ ഇത് പ്രെഡിക്റ്റഡ് ചെയ്തത് പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ് പ്രെഡിക്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിന് പറയുന്നത് ഫോൾസ്
പോസിറ്റീവ് എന്നാണ്. അതുപോലെ തന്നെ ആക്ച്വൽ ലേബൽ 1 ആയിരുന്നു, പക്ഷേ ഇത് പ്രെഡിക്റ്റ് ചെയ്തത് 0 എന്നുള്ള രീതിയിലാണ്, നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് ഫോൾസ് നെഗറ്റീവ് എന്ന് പറയുന്നത്. സോ ഈ ഫോൾസ് പോസിറ്റീവും ഫോൾസ് നെഗറ്റീവും നമുക്ക് ഡിസേബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല, അത് ഏറ്റവും മിനിമം വരണം. അപ്പം ഔട്ട് ഓഫ് 100 പ്രഡിക്ഷൻസിൽ എത്ര ട്രൂ പോസിറ്റീവ് വന്നു, എത്ര ട്രൂ നെഗറ്റീവ് വന്നു, എത്ര ഫോൾസ് പോസിറ്റീവ് വന്നു, എത്ര ഫോൾസ് നെഗറ്റീവ് വന്നു എന്ന് പറയുന്ന കൗണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിന് ഇങ്ങനെ ഒരു മെട്രിക്സ് ഫോമിൽ അതിന് എഴുതുന്നതിനെയാണ് കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് പറയും. അതിൻ്റെ അകത്ത് നമുക്ക് ട്രൂ പോസിറ്റീവ് ഉണ്ട്, ട്രൂ നെഗറ്റീവ് ഉണ്ട്, ഫോൾസ് പോസിറ്റീവ് ഉണ്ട്, ഫോൾസ് നെഗറ്റീവ് ഉണ്ട്. സോ നമ്മുടെ നേരത്തെ പറഞ്ഞ ആക്യുറസി തന്നെ എടുത്തു കഴിഞ്ഞാൽ, ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ്, അതായത് നമ്മുടെ കറക്റ്റ് പ്രഡിക്ഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് ആണ്. സോ കറക്റ്റ് പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവും ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്നത് ഇതെല്ലാത്തിൻ്റെയും സമ്മാണ്. ട്രൂ പോസിറ്റീവ് പ്ലസ് ട്രൂ നെഗറ്റീവ് പ്ലസ് ഫോൾസ് പോസിറ്റീവ് പ്ലസ് ഫോൾസ് നെഗറ്റീവ്. ഓക്കെ, സോ ഈ രീതിയിലാണ് കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. സോ വെറുതെ സിംപിളി കൺഫ്യൂഷൻ മെട്രിക്സ് ആൻഡ് ആക്യുറസി മാത്രം പല സിനാരിയോസിലും നമുക്ക് പോരാ. സോ അതിനെ ഒരു സ്റ്റെപ്പ് കൂടെ ഫർദർ എലാബറേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് പ്രിസിഷൻ ആൻഡ് റീകോൾ ഇങ്ങനെ 2 മെട്രിക് വരുന്നുണ്ട്. സോ അതിൽ ആദ്യമേ പറയുന്നത് പ്രിസിഷനാണ്. ഓക്കെ, സോ പ്രിസിഷൻ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞ പ്രഡിക്ഷൻസിൽ എത്ര എണ്ണം ആക്ച്വലി പോസിറ്റീവ് ആയിരുന്നു എന്നാണ്. ഓക്കെ, സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ഫോൾസ് പോസിറ്റീവ്. സോ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ട്രൂ പോസിറ്റീവും ഫോൾസ് പോസിറ്റീവും നമ്മൾ പോസിറ്റീവ് ആണെന്ന് പ്രഡിക്റ്റ് ചെയ്ത പ്രഡിക്ഷൻസ് ആണ്. സോ ഔട്ട് ഓഫ് നമ്മൾ 50 ഐറ്റംസ് പോസിറ്റീവ് ആണെന്ന് പ്രഡിക്റ്റ് ചെയ്തു, ബട്ട് അതിൽ എത്ര എണ്ണം ആക്ച്വലി പോസിറ്റീവ് ആയിരുന്നു, ഇതാണ് പ്രിസിഷൻ സൂചിപ്പിക്കുന്നത്. ഇനി അതിനേക്കാളും ഒരു ചെറിയ വേരിയേഷനാണ് നമുക്ക് റീകോൾ എന്ന് പറയുന്ന മെട്രിക്കിൽ വരുന്നത്. റീകോളിലും ഇതുപോലെ തന്നെ ട്രൂ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ഈ ഒരു ടൈമിലാണ് വ്യത്യാസം വരുന്നത് ഫോൾസ് നെഗറ്റീവ്. സോ ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആക്ച്വലി പോസിറ്റീവ് ആയിരുന്ന കേസുകളിൽ എത്രയെണ്ണം നമ്മൾ കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്തു എന്നാണ് റീകോൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കി അറിയാം, ഫോൾസ് നെഗറ്റീവ് എന്ന് പറയുമ്പം ആക്ച്വലി ഇത് പോസിറ്റീവ് ആയിരുന്നു, പക്ഷേ നമ്മളിത് തെറ്റായിട്ട് നെഗറ്റീവ് ആണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്തത്. സോ ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്ന കാര്യം ഗ്രൗണ്ട് റിയാലിറ്റിയിൽ പോസിറ്റീവ് ആയിരുന്ന കേസുകളിൽ എത്രയാണ് നമ്മൾ കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളതാണ്. പ്രിസിഷനിൽ നേരെ തിരിച്ച് വേറെ രീതിയിലാണ്, അതായത് നമ്മൾ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ കേസുകളിൽ എത്രയെണ്ണം കറക്റ്റായിട്ട് പോസിറ്റീവായി എന്നുള്ളതാണ്. സോ ഇത് രണ്ടും ഡിഫറെൻറ്റ് സിനാരിയോസിലാണ് പ്രിസിഷനും റീകോളും യൂസ് ചെയ്യുന്നത്. സോ ഇത് രണ്ടും ഡിഫറെൻറ്റ് മെട്രിക് ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ലൈക്ക് ആക്യുറസിയുടെ ആയാലും ഏറ്റവും ബെസ്റ്റ് പോസിബിൾ വാല്യൂ 1 ആണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 1 ആണ്. അതുപോലെ തന്നെ കൺഫ്യൂഷൻ മെട്രിക്സിൽ വരുന്ന TP, TN, FP, FN എല്ലാം കൗണ്ട് നമ്പേഴ്സാണ്. സോ അതിന് നമുക്കൊരു റേഞ്ച് പറയാൻ പറ്റില്ല. അതുപോലെ പ്രിസിഷൻ എന്ന് പറയുന്നത് 0 to 1 ആണ്, 1 ബീയിങ് ദ ബെസ്റ്റ് വാല്യൂ ആൻഡ് 0 ബീയിങ് ദ വേഴ്സ്റ്റ് വാല്യൂ. അതുപോലെ തന്നെ റീകോൾ ആയാലും അതുപോലെ തന്നെ 0 to 1 ആണ്. സോ ഈ 2 മെട്രിക്കിനെയും നമുക്ക് ഡിഫറെൻറ്റ് മെട്രിക്കിനെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ മെട്രിക്, അതായത് ഒരു സിംഗിൾ മെട്രിക് അത് നല്ലതാണെങ്കിൽ നമ്മുടെ മോഡൽ നല്ലതാണ്, അല്ലെങ്കിൽ മോശമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി അതിനെ കമ്പൈൻ ചെയ്തുകൊണ്ടുണ്ടാക്കിയതാണ് F1 സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, സോ F1 സ്കോർ എന്ന് പറഞ്ഞാൽ പ്രിസിഷനെയും റീകോളിനെയും കമ്പൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ്. സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 times പ്രിസിഷൻ ഇൻറ്റു റീകോൾ ഡിവൈഡഡ് ബൈ പ്രിസിഷൻ പ്ലസ് റീകോൾ. 2 times precision into recall divided by precision plus recall. So actually ഇതും ഈ പറയുന്ന പോലെ തന്നെ 0 to 1 ആണ്, 1 being the best value and 0 being the worst value. സോ ഇത്രയും മെട്രിക്കാണ് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ പറയുന്നത്. സോ
ഇപ്പം ലൈക്ക് ആക്യുറസി ആൻഡ് കൺഫ്യൂഷൻ മെട്രിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിളാണ്. അതിൽ ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവുമാണ് നമുക്ക് ഹൈ വരേണ്ടത്. അതുപോലെ ഫോൾസ് പോസിറ്റീവും ഫോൾസ് നെഗറ്റീവും ഐഡിയലി 0 ആണ് വരേണ്ടത്. ബട്ട് 0 വന്നില്ലെങ്കിലും എത്രത്തോളം ചെറിയ വാല്യൂ വരുന്നോ അത്രയും നല്ലതാണ് നമുക്ക് ആ കേസിൽ. അതുപോലെ തന്നെ പ്രിസിഷൻ എന്ന് പറയുന്നത് ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതത്തിന് സെൻസിറ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നു. അതായത് ചില കേസുകളിൽ നമുക്ക് ഫോൾസ് പോസിറ്റീവ് ഡിസൈറബിൾ അല്ലാത്ത സിനാരിയോസ് ഉണ്ട്. സോ സപ്പോസ് നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സിലോട്ട് ഒരു ജോബിലോട്ട് ഒരാളെ റിക്രൂട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ ഫോൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ജോലിയിൽ അർഹനല്ലാത്തൊരു വ്യക്തി അതിൽ സെലക്ട് ആവുക എന്ന് പറയുന്നതാണ്. സോ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ആ ഫോൾസ് പോസിറ്റീവ് എന്ന് പറയുന്നത് വളരെ ലൈക്ക് ഒരു പെനാൽറ്റി പോലെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അത് ഏറ്റവും മിനിമൈസ് ചെയ്യണം. സോ അങ്ങനെയുള്ള സിനാരിയോസിൽ നമ്മൾ പ്രിസിഷനായിരിക്കും യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് റീകോൾ പോലുള്ള കേസുകളിൽ നമുക്ക് ഈവൻ ഒരു കറക്റ്റ് സ്കില്ലുള്ള ആളെ ഒരിക്കലും നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സിനാരിയോ ആണ്. ഈവൻ ഒരു ആൾ സ്കില്ലില്ലാത്ത ഒരാൾ കയറി വന്നാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ സ്കില്ലുള്ള ആൾ ഒരിക്കലും ഈ സെലക്ഷൻ പ്രോസസ്സിൽ മിസ്സാവരുത്. സോ അവിടെ നമ്മൾ മിനിമൈസ് ചെയ്യുന്നത് ഫോൾസ് നെഗറ്റീവാണ്, അല്ലെങ്കിൽ ഫോൾസ് നെഗറ്റീവ് ഉണ്ടാവാൻ പാടില്ല. സോ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ റീകോൾ എന്ന് പറയുന്ന മെട്രിക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ്, പ്രോബ്ലത്തിൻ്റെ കോണ്ടെക്സ്റ്റ്. ഇപ്പം കോവിഡ് ടെസ്റ്റിംഗ് പോലുള്ള കേസുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോൾസ് നെഗറ്റീവ് നമുക്കൊരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരാൾ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഡിസീസ്, വൈറൽ ഡിസീസ് എന്ന് പറയുന്നത് ഓരോ ആളെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് എന്താണ് ഡിസീസുള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള. കാരണം ഒരാളെ മിസ് ചെയ്താലും അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ചിലപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം ഫോൾസ് പോസിറ്റീവ് കുറച്ച് വരാം. പക്ഷേ ദാറ്റ് ഈസ് ഫൈൻ ആ ഒരു കേസിൽ. സോ അങ്ങനെയുള്ള സിനാരിയോസിലാണ് ലൈക്ക് റീകോൾ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ കോവിഡ് ടെസ്റ്റിംഗ്. ഓക്കെ, ദെൻ ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൽ നമുക്ക് വരുന്നത്. ദെൻ റിഗ്രഷൻ പ്രോബ്ലത്തിൽ നമുക്ക് വേറെ സെറ്റ് ഓഫ് മെട്രിക്കുകളാണ് ഉള്ളത്. സോ റിഗ്രഷൻ പ്രോബ്ലത്തിൽ നമുക്കറിയാം, നമ്മൾ ഒരു കണ്ടിന്യൂസ് സെറ്റ് ഓഫ് വൈ വാല്യൂസ് ഉണ്ട് നമുക്ക് ലേബൽസ് ആയിട്ട്. അതിന് ഒരു എസ്റ്റിമേറ്റഡ് വൈ വാല്യൂസ് നമുക്കുണ്ട്. സോ നമുക്കൊരു സെറ്റ് ഓഫ് 2 അറേസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് 2 നമ്പേഴ്സ് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ആ പറയുന്ന മെട്രിക്കുകൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു റിഗ്രഷൻ ആണെങ്കിൽ, ഐഡിയൽ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈ വാല്യൂസും വൈ പ്രഡിക്ഷൻ വാല്യൂസും സെയിം തന്നെ ആയിരിക്കണം. സോ ഐഡിയലി നമുക്ക് അത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 0 ആണ് കിട്ടേണ്ടത്. സോ നമുക്ക് പക്ഷേ നമ്മൾ ഒരു സാമ്പിളിനല്ല പ്രൊഡിക്റ്റ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ സാമ്പിൾസിനാണ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. സോ അതിനെ എല്ലാത്തിനെയും കൂടെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചില മെട്രിക്കുകളുണ്ട്. സോ അതിലേറ്റവും ഫസ്റ്റ് വരുന്നത് മീൻ സ്ക്വയർ എറർ, MSE എന്ന് പറയും. സോ ഇതിൽ ഓരോ സാമ്പിളിൽ നിന്നും, അതായത് ഇപ്പം 50 സാമ്പിൾസ് ഉണ്ടെങ്കിൽ y1 y2 y3 അപ് ടു y10 വരെ y50 വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്നിൽ നിന്നുള്ള ഡിഫറൻസ് കമ്പ്യൂട്ട് ചെയ്ത് ആ ഡിഫറൻസിൻ്റെ സ്ക്വയർ എടുക്കുന്നു, അതിൻ്റെ ആവറേജ് എടുക്കുന്നു. അതാണ് മീൻ സ്ക്വയർ എറർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇപ്പം n സാമ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. n സാമ്പിൾസ് ഉണ്ടെങ്കിൽ yi മൈനസ് yi ഹാറ്റ്. സോ ith പ്രഡിക്ഷനും ith ഇൻഡെക്സിലെ ആക്ച്വൽ വാല്യൂസും അത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു, അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു, ദെൻ ടോട്ടൽ ആ ഡിഫറൻറ്റ് സ്ക്വയർസിൻ്റെ ആവറേജ് എടുക്കുന്നു. ഇതാണ് മെയിൻ സ്ക്വയർ എറർ എന്ന് പറയുന്നത്. സോ എന്തിനാണ് സ്ക്വയർ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ ചില വാല്യൂസിൽ നമുക്കിത് പോസിറ്റീവ് വാല്യൂ കിട്ടും, ചില വാല്യൂസിന് നെഗറ്റീവ് വാല്യൂ കിട്ടും. സോ ആവറേജ് എടുത്ത് കഴിയുമ്പോൾ അത് 0 ആയി പോകാൻ സാധ്യതയുണ്ട്. സോ 0 ആകുമ്പോൾ നമുക്കറിയാം ആക്ച്വലി ഇത് രണ്ടും സെയിം വരുമ്പോഴാണ് 0 ആവേണ്ടത്. ബട്ട് അങ്ങനെ അല്ലാത്ത സിനാരിയോസിലും 0 ആവും. കാരണം ചില വാല്യൂസ് പോസിറ്റീവും ചിലത് നെഗറ്റീവും വരുന്നത്, ടോട്ടൽ ആവറേജ് എടുക്കുമ്പോൾ 0 വരാം. സോ അങ്ങനെ ഒരു സിനാരിയോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്ക്വയർ എടുക്കുന്നത്. സ്ക്വയർ എടുക്കുമ്പോൾ നമുക്കറിയാം നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം പോസിറ്റീവ് നമ്പേഴ്സായി മാറും. സോ അങ്ങനെ 0 ആയി പോകുന്ന ഒരു സിനാരിയോ അവിടെ ഒഴിവാകും. ഓക്കെ, ബട്ട് ഇവിടെ നമ്മൾ സ്ക്വയറിങ് എടുക്കുന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ആ മാഗ്നിറ്റ്യൂഡിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. സോ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RMSE, അത് സിമ്പിളി MSEയുടെ റൂട്ടിനെയാണ് RMSE എന്ന് പറയുന്നത്. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ.
റൂട്ട് മീൻ സ്ക്വയർ എറർ. ഓക്കെ, സോ ഇവിടെ എല്ലാം എറർ എന്ന് പറയുന്ന ടേം ഉണ്ട്. സോ നമുക്കിവിടെ സെയിം തിങ് ആണ്, ബട്ട് നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് ആണിത് ചെയ്യുന്നത്. 1/n സിഗ്മ i ഈക്വൽ ടു 1 to n yi മൈനസ് yi ഹാറ്റ് സൂചിപ്പിക്കുന്ന പ്രഡിക്ഷൻ എന്നുള്ള രീതിയിലാണ്. സോ സിമ്പിളി MSEയുടെ സ്ക്വയർ റൂട്ട് തന്നെയാണ് റൂട്ട് മീൻ സ്ക്വയർ എറർ എന്ന് പറയുന്നത്. സോ ഇവിടെ രണ്ട് കേസിലും നമുക്കിതൊരു എറർ മെട്രിക് എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഐഡിയൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഐഡിയൽ വാല്യൂ ഈസ് 0 രണ്ട് കേസിലും. പക്ഷേ നമുക്ക് മാക്സിമം എവിടെ വരെ പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോബ്ലമാണ്. അത് നമ്മുടെ y വാല്യൂസും hat വാല്യൂസും എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ എറർ എത്രത്തോളം ഉണ്ട് എന്നതിനെയൊക്കെ അപേക്ഷിച്ചിരിക്കും. സോ അപ്പർ ബൗണ്ട് നമുക്കിതിനില്ല. ഒരു ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് 0 ആണ് നമ്മുടെ ഏറ്റവും ഐഡിയൽ വാല്യൂ. ഇനിയും നമുക്ക് കുറേ മെട്രിക്കുകളുണ്ട്. ഈ പറയുന്ന പോലെ സ്ക്വയർ എടുക്കാതെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നതാണ് മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സൈൻ ഡിഫറൻസ് കൊണ്ടുള്ള സമ്മേഷൻ വരുമ്പോൾ 0 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ എടുക്കുന്നതിന് പകരം മറ്റൊരു ഓൾട്ടർനേറ്റീവാണ് നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നത്. i ഈക്വൽ ടു 1 to n മോഡ് ഓഫ് yi മൈനസ് yi hat. സോ ഇതാണ് മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ബട്ട് ഈ ഒരു അബ്സല്യൂട്ട് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് അത്ര ഒരു എല്ലാ കേസിലും നമുക്ക് ഒരു കമ്പ്യൂട്ടേഷനലി ഒരു ഈസി ആയിട്ടുള്ളൊരു സിനാരിയോ അല്ല. പ്രത്യേകിച്ചും ഇതൊരു എറർ മെട്രിക് കോസ്റ്റ് ഫംഗ്ഷൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ട് ഒരു ഈസി അല്ല. സോ ഒരു പെർഫോമൻസ് മെട്രിക് എന്നുള്ള രീതിയിൽ മീൻ അബ്സല്യൂട്ട് എറർ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഒരു കോസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ വരുമ്പം അത് അത്ര പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു മെട്രിക് അല്ല. ബട്ട് സ്റ്റിൽ പെർഫോമൻസ് മെട്രിക്കിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാം. സോ ഈ ഒരു രീതി ചിന്തിച്ചാൽ മതി. നമ്മൾ ഒരു കുറേ വാല്യൂസ് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ആ വാല്യൂസും നമ്മുടെ അതിൻ്റെ ആക്ച്വൽ വാല്യൂസിൽ നിന്നുള്ള ഡീവിയേഷൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണോ നെഗറ്റീവ് ഡീവിയേഷൻ ആണോ എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ആണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു ഒരു ഡ്രോൺ ഓട്ടോമാറ്റിക്കലി ഒരു പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യുന്ന ഒരു ഡ്രോൺ ആണെന്ന് വിചാരിക്കുക. ലൈക്ക് അൺമാൻഡ് എയർക്രാഫ്റ്റ് വെഹിക്കിൾ പോലെ ഒരു സംഭവം. അതിൻ്റെ ലൊക്കേഷനിൽ നിന്ന് ഐഡിയലി അത് പ്ലേസ് ചെയ്യേണ്ട ലൊക്കേഷനിൽ നിന്ന് അത് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്താണ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത്, ആ ഡീവിയേഷൻ മാത്രമാണ് നമ്മൾ നോക്കുന്നുള്ളൂ, എത്ര ഡിഫറൻസ് വന്നു എന്നുള്ളത്. ബട്ട് ഏത് ഡയറക്ഷനിലാണ് ആ ഡിഫറൻസ് വന്നത് എന്നുള്ളത് നമുക്ക് വി ഡോണ്ട് കെയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ട് ഇത് പെർഫോമൻസ് മെട്രിക്കായിട്ട് യൂസ് ചെയ്താൽ മതിയാവും. ദെൻ സോ മീൻ അബ്സല്യൂട്ട് എറർ, മീൻ സ്ക്വയർ എറർ, റൂട്ട് മീൻ സ്ക്വയർ എറർ. ദെൻ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മീൻ അബ്സല്യൂട്ട് പെർസെൻറ്റേജ് എറർ. അത് ഈ പറയുന്ന മീൻ അബ്സല്യൂട്ട് എററിനെ തന്നെ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. സോ ഇതുപോലെ നമുക്ക് yi വാല്യൂസ് ഉണ്ട്, yi hat വാല്യൂസും ഉണ്ട്. സോ ആ ഒരു ഡിഫറൻസ് നമ്മൾ എടുക്കും. ഡിഫറൻസ് എടുത്തിട്ട് ഇതിൻ്റെ ഈ അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. സോ ഇത് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് നമ്മുടെ yi hat വാല്യൂ, ആക്ച്വൽ y വാല്യൂ നമുക്ക് yi ഉണ്ട്. സോ ഈ ഒരു ഫ്രാക്ഷണൽ വാല്യൂ നമ്മളെടുത്തിട്ട് അതിൻ്റെ ഇൻ ടേംസ് ഓഫ് 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് കിട്ടും. ആ ടോട്ടൽ പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ ആവറേജ് ആണ്. ഓക്കെ, സോ വി ക്യാൻ സേ 1/n സിഗ്മ. സോ അതായത് yi വാല്യൂസും yi hat വാല്യൂസും ഓരോ ഡേറ്റാ പോയിൻറ്റിലും ഉള്ള ഡിഫറൻസ്, ആ ഡിഫറൻറ്റ് ഡെൽറ്റ ചേഞ്ച് എത്രയാണെന്ന് നോക്കും. ആ ഡെൽറ്റ ചേഞ്ച് ആക്ച്വൽ y വാല്യൂ എന്നുള്ള എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടെന്ന് നോക്കും. ദെൻ അതിൻ്റെ ആവറേജാണ് മീൻ അബ്സല്യൂട്ട് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്ന മെട്രിക് യൂസ് ചെയ്യുന്നത്. ഇതും അഗെയിൻ പെർസെൻറ്റേജ് എറർ നമുക്ക് ഐഡിയൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് വരേണ്ടത്. ബട്ട് 0 വരുന്നത് വളരെ റെയറാണ്, അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് പ്രഡിക്ഷൻസ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അത്രയും 0 കിട്ടുന്നത്. ബട്ട് ക്ലോസ് ടു 0 വരുന്നത് നമുക്ക് വളരെ നല്ല ഒരു സിനാരിയോ ആണ്. ദെൻ ഈ പറഞ്ഞതെല്ലാം ഒരു എറർ മെട്രിക് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന കേസുകളെല്ലാം വന്നിട്ടുള്ളത്. ഇതിനെ കുറച്ചും കൂടെ ലൈക്ക് ഒരു പെർഫോമൻസ് മെട്രിക് അല്ലെങ്കിൽ ഒരു 0 to 1 എന്നുള്ള രീതിയിൽ നമ്മളൊരു മെട്രിക് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ് R2 സ്കോർ എന്ന് പറയും. R2 സ്കോർ അല്ലെങ്കിൽ R സ്ക്വയേർഡ് വാല്യൂ എന്നറിയപ്പെടും.
ഈ മെട്രിക്കും ഇതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 1 ആണ്. ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതായത് മോഡൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കേസിൽ നമുക്ക് 1 ആണ് കിട്ടേണ്ടത്. താഴത്തോട്ട് പോകുന്നതും, അതായത് 0.5 താഴത്തോട്ട് പോകുന്നതനുസരിച്ച് അത് വേഴ്സ് മോഡൽ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. 0.5 എബോവ് വരുന്നത് റീസണബിളി ഗുഡാണ്. 0.8, 0.7, 0.9 ഒക്കെ വരുന്നത് വളരെ ഗുഡ് വാല്യൂസാണ്. ദെൻ R2 സ്കോറിൻ്റെ ഇൻഡ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ആക്ച്വൽ വൈ വാല്യൂസുമുണ്ട്, നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന YA ഹാഡ് വാല്യൂസുമുണ്ട്. സോ മേ ബി അതൊരു നല്ല പ്രഡിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ലീനിയർ ട്രെൻഡ് ആയിരിക്കും വരുന്നത്. അതല്ല വേഴ്സ് പ്രഡിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വളരെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും വരുന്നത്. സോ സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഒരു എല്ലാ വൈ വാല്യൂസും ഈ ടോട്ടൽ വൈ വാല്യൂസിൻ്റെ ആവറേജ് എന്നുള്ള രീതിയിൽ എനിക്ക് കമ്പ്യൂട്ട് ചെയ്തിട്ട് വെറുതെ സിംപിളി എനിക്കൊരു ആവറേജ് മോഡൽ പ്രെഡിക്റ്റ് ചെയ്യാം. സോ R2 സ്കോർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ആവറേജ് മോഡലിനേക്കാളും എത്രത്തോളം ബെറ്ററാണ് എൻ്റെ ആക്ച്വൽ മോഡൽ എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു ആവറേജ് മോഡൽ എടുത്ത് നമ്മളതിൻ്റെ R2 സ്കോർ കമ്പ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്, സിംപിളി അതിൻ്റെ ആവറേജ് പ്രെഡിക്റ്റ് ചെയ്താൽ പോലും നമുക്ക് R2 സ്കോർ എന്ന് പറയുന്നത് 0.5 വാല്യൂ കിട്ടുന്നതായിരിക്കും. 0.5 ഫോർ എ ആവറേജ് മോഡൽ. സോ എത്രത്തോളം നമ്മുടെ മോഡൽ ആ ഒരു ആവറേജ് മോഡലിൽ നിന്നും ബെറ്ററാണ് എന്നാണ് R2 സ്കോർ സൂചിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു നമ്പേഴ്സ് ലൈൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 0.5 ഓർ എബോവ് വരുന്ന റീജിയനാണ് നമുക്ക് ഡിസൈറബിൾ എന്ന് പറയുന്നത് R2 സ്കോറിൻ്റെ കാര്യത്തിൽ. അതിൻ്റെ താഴത്തോട്ടാണ് നമ്മുടെ സ്കോർ വരുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ഡിസൈറബിൾ. അതായത് ബെസ്റ്റ്, അതൊരു എന്താണ്, മോശമാണ് ആ മോഡൽ എന്ന് പറയുന്നത്. അതായത് ഒരു ആവറേജ് പ്രെഡിക്റ്റ് ചെയ്താൽ പോലും നമുക്ക് അതിനേക്കാൾ നല്ല ഒരു സ്കോർ കിട്ടും. സോ അത്രയും മോശം മോഡൽ വന്നാൽ മാത്രമാണ് ആ ഒരു സ്കോർ കിട്ടുന്നത്. സോ 0.5 ഓർ എബോവ് വരണം. 0.8, 0.9 എത്രത്തോളം 1 അടുത്ത് വരുന്നു അത്രയും നല്ലതായിരിക്കും R2 സ്കോർ വരുന്നത്. ഓക്കെ, സോ കോമൺലി യൂസ് ചെയ്യുന്ന പെർഫോമൻസ് മെട്രിക്കുകൾ ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ പ്രോബ്ലത്തിൽ ഇത്രയാണ് വരുന്നത്. സോ ബേസിക്കലി ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയുക, ഏത് കോണ്ടെക്സ്റ്റിലാണ്. അപ്പം എല്ലാ പ്രോബ്ലത്തിനും എല്ലാ മെട്രിക്കും യൂസ് ചെയ്യണം എന്നില്ല. ഇപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം തന്നെ എടുത്താൽ ആ പ്രോബ്ലത്തിൻ്റെ ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് പ്രോബ്ലത്തിൻ്റെ നേച്ചർ അനുസരിച്ചായിരിക്കും നമുക്ക് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് നമ്മൾ ഇത് ഏത് പെർഫോമൻസ് മെട്രിക്കാണ് വെച്ചിട്ടാണ് നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒന്നിലധികം ക്ലാസിഫിക്കേഷൻ മോഡൽസ് നമ്മൾ പരസ്പരം കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ആ പ്രോബ്ലത്തിന് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള മെട്രിക് ഏറ്റവും നന്നായിട്ട് വരുന്നത് ഏത് മോഡലിനാണെന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ ബെസ്റ്റ് മോഡൽ ഏതാണെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ റിഗ്രഷൻ പ്രോബ്ലത്തിനും ഇതുപോലെ തന്നെ എല്ലാ മെട്രിക്കും നമുക്കതിൽ കമ്പ്യൂട്ട് ചെയ്യാം. ബട്ട് നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ ചിലപ്പം അബ്സല്യൂട്ട് എറർ മാത്രമായിരിക്കും, വി ഓൺലി കെയർ അബൌട്ട് അബ്സല്യൂട്ട് എറർ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു 2-3 റിഗ്രഷൻ മോഡൽസ് ട്രൈ ചെയ്തതിന് ശേഷം ഏത് മോഡലിനാണ് അബ്സല്യൂട്ട് എറർ ഏറ്റവും കുറവ് വരുന്നത് നോക്കും. ചിലപ്പം MSc നോക്കുമ്പം വേറൊരു മോഡലിനായിരിക്കും ഏറ്റവും കുറവ്. പക്ഷേ നമ്മൾ അവിടെ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് നോക്കുന്നത് അബ്സല്യൂട്ട് എറർ ആയതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് എറർ ഏറ്റവും കുറവ് വരുന്ന മോഡലായിരിക്കും ഏറ്റവും ബെസ്റ്റ് മോഡൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ.